ഓം ഗുരുനാരായണ നമ ഓം ഗുരുനാരായണ നമ ഓം ഗുരുനാരായണ നമ Om Namah Shivaya, 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 Om Namah Shivaya. Om Guru Narayana Nama, Om Guru Narayana Nama, Om Guru Narayana Nama, Om Guru Narayana Nama. Om Guru Narayana Nama, Om Guru Narayana Nama, Om Guru Narayana Nama, Om Guru Narayana Nama. Om Namah Shivaya, 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 Om Namah Shivaya. Om Guru Narayana Nama, Om Guru Narayana Nama, Om Guru Narayana Nama, Om Guru Narayana Nama. Om Guru Narayana Nama, Om Guru Narayana Nama, Om Guru Narayana Nama, Om Guru Narayana Nama. Om Namah Shivaya, 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 Om Namah Shivaya. Om Guru Narayana Nama, Om Guru Narayana Nama, Om Guru Narayana Nama, Om Guru Narayana Nama. Om Guru Narayana Nama, Om Guru Narayana Nama, Om Guru Narayana Nama, Om Guru Narayana Nama.
ഓം നമ ശിവായ 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 ഓം ഗുരുനാരായണ നമ 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 ഭഗജരെ ഇരമിങ്ങനെ വരും എരുമയോട് ഗുരുവരന്റെ പാദസേവ ചെയ്യുവാൻ പാദസേവ ചെയ്യുവാൻ ഓം നമ ശിവായ 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 ഓം ഗുരുനാരായണ നമ 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 ഭഗജരെ ഇരമിങ്ങനെ വരും എരുമയോട് ഗുരുവരന്റെ പാദസേവ ചെയ്യുവാൻ പാദസേവ ചെയ്യുവാൻ ഓം നമ ശിവായ 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 ഓം ഗുരുനാരായണ നമ 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 ഭഗജരെ ഇരമിങ്ങനെ വരും എരുമയോട് ഗുരുവരന്റെ പാദസേവ ചെയ്യുവാൻ പാദസേവ ചെയ്യുവാൻ गुरुर्ब्रह्मा
गुरुर्विष्णु गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ तत्सत् ॐ तत्सत् ॐ अखण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्री गुरवे नमः। ॐ तत्सत् ॐ तत्सत् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्री गुरवे नमः। ॐ तत्सत् ॐ तत्सत् ॐ येन कृष्णं चराचरं तत्पदं दर्शितं येन तस्मै श्री गुरवे नमः। ॐ तत्सत् ॐ तत्सत् ॐ चिद्रूपेण परिव्याप्तं त्रैलोक्यं सचराचरं तत्पदं दर्शितं येन तस्मै श्री गुरवे नमः। ॐ तत्सत् ॐ तत्सत् ॐ समुद्भासितमूर्ते वेदान्ताम्बुजसूर्याय तस्मै श्री गुरवे नमः। ॐ तत्सत् ॐ तत्सत् ॐ चैतन्य शाश्वत शान्तो व्योमातीतो निरञ्जन बिन्दुनाथकलातीता तस्मै श्री गुरवे नमः। ॐ तत्सत् ॐ तत्सत् ॐ शाश्वत शान्तो व्योमातीतो निरञ्जन बिन्दुनाथकलातीता तस्मै श्री गुरवे नमः। ॐ तत्सत् ॐ तत्सत् ॐ ज्ञानशक्ति समारूढ तत्त्वमाला विभूषिता भुक्तिमुक्तिप्रदाता च तस्मै श्री गुरवे नमः। ॐ तत्सत् ॐ तत्सत् ॐ
ജന്മ സംപ്രാപ്ത കർമ്മേന്ദ്രനലിതാഹിനി ആത്മജ്ഞാനാഗ്നിദാനേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം തത്സത്. ഓം തത്സത്. ഓം സൂക്ഷണം ഭവ സിന്ധോച്ച പ്രാവണം സാരസമ്പദഃ യസ്യ പാദോദകം സമ്യക് തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം തത്സത്. ഓം തത്സത്. ഓം ഗുരോരധികം തത്വം ന ഗുരോരധികം തപ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം തത്സത്. ഓം തത്സത്. ഓം ജഗന്നാഥോ മദ്ഗുരു ശ്രീ ജഗദ്ഗുരു മദാത്മാ സർവഭൂതാത്മാ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം തത്സത്. ഓം തത്സത്. ഓം ഗുരു പരമദൈവതം ഗുരു പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം തത്സത്. ഓം തത്സത്. ഓം ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തി ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാമി ലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം തത്സത്. ഓം തത്സത്. ഓം തത്സത്. ഓം തത്സത്. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം തത്സത്. ഓം തത്സത്. ഓം തത്സത്. ഓം തത്സത്. നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമഹാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം തത്സത്. ഓം തത്സത്. ഓം തത്സത്. ഓം തത്സത്. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം തത്സത്. ഓം തത്സത്. ഓം തത്സത്. ഓം തത്സത്. ശിശിരീ കുർവതേ ശാന്തി കടാക്ഷൈ ശിഷ്യ സഞ്ജയ ബ്രഹ്മവിദ്യാ കോവിദായ
തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം തത്സത്. ഓം തത്സത്. ഓം തത്സത്. ഓം തത്സത്. ആദിനാം വാദിനേ വാചം യമാനാം മൗനഭാജിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം തത്സത്. ഓം തത്സത്. ഓം തത്സത്. ഓം തത്സത്. യസ്യ ന കൽപ്പതേ സിദ്ധേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം തത്സത്. ഓം തത്സത്. ഓം തത്സത്. ഓം തത്സത്. ഗുരു ഓം തത്സത്. ഗുരു ഓം തത്സത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി 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 ശാന്തി. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണാമം, ആചാര്യപാദങ്ങളിൽ വന്ദനം. സ്നേഹം നിറഞ്ഞ എല്ലാ ആത്മജിജ്ഞാസുക്കൾക്കും വിനീത നമസ്കാരം. വേദാന്ത വിശ്വവിദ്യാലയത്തിൻ്റെ 2ാമത് വാർഷികം അവസാന ഘട്ടത്തിലാണ്. എൻ്റെ കർമ്മം കൃതജ്ഞത പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ 2 ദിവസം ഇവിടെ വന്നിരുന്ന് ഈ പ്രാർത്ഥനയൊക്കെ നടത്തി വാർഷികം ആഘോഷിച്ചു. അജ്ഞാന അന്ധകാരത്തെ മാറ്റുവാൻ വേണ്ടി ലോകത്തേക്ക് അവതരിച്ച ഒരു മനുഷ്യനായി പിറന്ന് മരുത്വാമലയിൽ കഠിനമായ തപം ചെയ്ത് തപസ്സിലൂടെ താഴേക്കിറങ്ങി വന്ന് അവതരിച്ച നാരായണ ഗുരു തന്നെ ഉന്മയെ അവസാനമായി പ്രതിഷ്ഠ ചെയ്ത ഉല്ലല ഓങ്കാരേശ്വരം ക്ഷേത്രത്തിലാണ് നമ്മൾ ഈ വേദാന്ത വിശ്വവിദ്യാലയത്തിൻ്റെ 2ാമത് വാർഷികം ആഘോഷിക്കുന്നത്. നമ്മൾ എന്തു നേടി എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് 33 പേരോളം ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തരായ ആളുകളുണ്ട്. ബാക്കി എന്ത് എന്ന് ചോദിച്ചാൽ ഞങ്ങളിത് ഈ ക്ഷേത്രം 6 ശാഖ കൂടിയാണ് ഭരിക്കുന്നത്. അതിലൊരു ശാഖയുടെ പ്രസിഡൻ്റാണ് ഞാൻ. അജ്ഞാന അന്ധകാരം ബാധിച്ച ഒരു വലിയ തലമുറ കുടികൊള്ളുന്ന സ്ഥലം തന്നെയാണ് ഉല്ലല. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ക്ഷേത്രത്തിൽ ഗുരു അനുസന്ധാനം ചെയ്ത ഏതെങ്കിലും ഒരു തത്വം കൃത്യമായി നമ്മൾ പാലിച്ചാൽ ഉത്തരോത്തരം ഉന്നതി കിട്ടും എന്നുള്ളത് പരമമായ സത്യമാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ നിർത്തിവെച്ചിരുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇവിടുന്ന് വെടിക്കെട്ട് അകന്നുപോയതാ, ആന അകന്നുപോയതാ. അത് വീണ്ടും പുനഃസ്ഥാപിച്ചു. 2 വർഷത്തോളമായി ഇപ്പോൾ. അത് ശരിക്കും അതിന് ശക്തിയുക്തം കമ്മിറ്റിയിൽ വാദിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ നിർഭാഗ്യകരം എന്നിട്ട് വീണ്ടും അത് വന്നു. ഗുരു എന്ത് വേണ്ട എന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. അതിനുള്ള ചിന്തയുണ്ടാവണമെങ്കിൽ നല്ല രീതിയിൽ പഠനമുണ്ടാവണം, പഠിക്കണം. ഈ ക്ഷേത്രത്തിൽ ഉത്സവം വേണ്ട എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? പിന്നെ എന്താ നമുക്ക് വേണ്ടത്? ഈ 365 ദിവസവും നിത്യാനന്ദം കിട്ടുന്ന ലോകത്തെ ഏക ക്ഷേത്രമായി ഈ ഉല്ലല ഓങ്കാരേശ്വരം ക്ഷേത്രം മാറും ഭാവിയിൽ. ഒരു സംശയവും വേണ്ട. 100 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗുരുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ആത്മജ്ഞാനം കിട്ടുന്ന ലോകത്തെ ഏക ക്ഷേത്രമായി ഉല്ലല ഓങ്കാരേശ്വരം ക്ഷേത്രം മാറും.
ഇവിടെ വന്നിരുന്നാൽ നമുക്ക് ബോധമുണ്ടാവും. ആ ഒരു തലത്തിലേക്കാണ് വരേണ്ടത്. അല്ലാതെ ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് കാര്യസാധ്യത മാത്രമല്ല, കാര്യസാധ്യത നമ്മൾ ചോറ് കഴിക്കുന്ന പോലെയാണ്. ചോറ് കഴിച്ചാൽ 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നമുക്ക് വിശക്കും. മനസ്സിലായോ? കാര്യസാധ്യതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥന നടത്തി ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ 3 ദുഃഖങ്ങളുണ്ട്: ബന്ധകത്വം, അസംതൃപ്തികരത്വം, ദുഃഖമിശ്രിതത്വം. അതാണ് നമ്മൾ ദേവീദേവന്മാരോട് കൂടി പ്രാർത്ഥിച്ച് നമ്മൾ ഇതുവരെ നേടിക്കൊണ്ടിരുന്നത്. എങ്കിൽ ഉള്ളിൽ ഓങ്കാരേശ്വരം ക്ഷേത്രത്തിൽ കൃത്യമായി ഇരുന്ന് നമ്മൾ പ്രാർത്ഥന നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ആത്മജ്ഞാനമാണ്. എല്ലാ കാര്യങ്ങളും ഗുരു നമ്മളിലേക്ക് എത്തിച്ചേരും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ 3 ഗുണങ്ങളും നമുക്ക് കിട്ടും. ഈ ദേവീദേവന്മാരെ ആരാധിച്ച് നടന്നാൽ നമുക്ക് കിട്ടുന്നത് ധർമ്മം, അർത്ഥം, കാമം, സർവ്വതും കിട്ടും. മനസ്സിലായോ? നമുക്ക് വേണ്ടതെല്ലാം ഗുരു തരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ 3 ദുഃഖവും കൂടെ നമ്മളൊപ്പം ഉണ്ടാവും എന്ന് ഇന്നത്തെ ഈ 2 ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൃത്യമായി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഉള്ളിൽ ഓങ്കാരേശ്വരം ക്ഷേത്രം ഭരിക്കുന്ന 6 ശാഖക്കാർ തീരുമാനിക്കണം. 6 ശാഖക്കാരിൽ സെക്രട്ടറി, പ്രസിഡന്റ്മാർ, കമ്മിറ്റിക്കാർ എത്ര പേര് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് അവർ തന്നെ ചിന്തിക്കണം. വന്നിരിക്കുന്ന പഠിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ കാര്യങ്ങളെ പോയി പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഓങ്കാരേശ്വരം ക്ഷേത്രത്തിൻ്റെ മഹിമ അറിയുവാൻ വേണ്ടി ഒരു തുടക്കം 109 നമ്പർ ശാഖയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ ഒരു വർഷത്തോളമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കേണ്ട ഇവിടുത്തെ ദേവസ്വവും ഇത് ഭരിക്കുന്ന ഭരണക്കാരുമായിരിക്കും എന്നിവിടെ അറിയിക്കുന്നത്. ഞാൻ അതിലൊരു ഭാഗമാക്കാണ്. ആ കടമ ഞാൻ നിർവഹിച്ചിട്ടുണ്ട് എന്ന് സ്നേഹത്തോടെ എല്ലാ ജനങ്ങളെയും അറിയിക്കുകയാണ്. നമുക്കിവിടെ കാണേണ്ടതും 365 ദിവസവും ഉത്സവം തരുന്ന ഒരു വേദിയായി മാറുവാൻ പരബ്രഹ്മ സ്വരൂപനായ ഗുരു അനുഗ്രഹിക്കട്ടെ. ഇതിന് തുടക്കം കുറിച്ചത് ശരിക്കും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. യോഗം വെച്ച് ആചാര്യനാണ് ഇവിടെ വന്നിരുന്ന് ഇതെല്ലാം പഠിപ്പിച്ചു തന്നത്. ജനറൽ സെക്രട്ടറിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത്. ജനറൽ സെക്രട്ടറിക്ക് അസുഖം കൊണ്ടാണ് നമുക്ക് ഇവിടെ വരാൻ സാധിക്കാത്തത്. ജനറൽ സെക്രട്ടറിയും കുടുംബത്തിനും സർവൈശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേദാന്ത വിശ്വവിദ്യാലയത്തിൻ്റെ 2ാമത് വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ജനറൽ സെക്രട്ടറിക്ക് വന്നില്ലെങ്കിൽ തന്നെയും വേദാന്ത വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. പിന്നീട് ഈ വേദാന്ത വിശ്വവിദ്യാലയത്തിൻ്റെ ഈ വാർഷികം ജനറൽ സെക്രട്ടറിയുടെ ഡേറ്റ് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ പറഞ്ഞു കുട്ടനോട് പോയി പറയാൻ പറഞ്ഞു. കുട്ടൻ എന്ന് പറയുന്നത് ശരിക്കും വൈക്കം യൂണിയൻ്റെ പ്രസിഡന്റ് മഹാമാന്യനായ ബിനീഷ് പ്ലാത്താനത്ത് അവറുകളാണ്. ബിനീഷ് പ്ലാത്താനത്ത് അവറുകളുടെ കാര്യങ്ങൾ പോയി പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം തന്നെ പറഞ്ഞു എനിക്കിതിനെപ്പറ്റി വലിയ പിടുത്തുന്നു, പക്ഷെ ഞാൻ ഫുഡ് തരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം, എല്ലാ കാര്യങ്ങളും സന്തോഷം തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും ആലോചിക്കുകയും വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തന്നെ വന്നു. സത്യത്തിൽ പ്രസിഡന്റ് നല്ല കാര്യഗൗരവത്തോടുകൂടി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടു, നല്ല നിർദ്ദേശങ്ങളും നിന്നു. തെറ്റിപ്പോയത് എനിക്കായിരുന്നു, കുഴപ്പമില്ല, അത് ഞാൻ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും എല്ലാ കാര്യങ്ങളിലും സർവാത്മന നമ്മളെ കൂട്ടത്തിൽ നിന്ന് നല്ല ഞങ്ങളെപ്പോലെ എൻ്റെ സംഘാടകനായ കൂട്ടത്തിൽ നിന്ന വൈക്കം യൂണിയൻ്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ ബിനീഷ് പ്ലാത്താനത്ത് അവറുകൾക്ക് വേദാന്ത വിശ്വവിദ്യാലയത്തിൻ്റെ 2ാമത് വാർഷികത്തിൻ്റെ എല്ലാവിധ കൃതജ്ഞതയും ഞങ്ങൾ പ്രകാശിപ്പിക്കുന്നു. പിന്നീട് ഈ യോഗത്തിന് അധ്യക്ഷനായി നിന്ന MP സെൻസാറാണ്. സെൻസാറ് നല്ല ചടുല ഗംഭീരമായ പ്രഭാഷണം നടത്തുന്നത്. പക്ഷേ സാറ് അത് നല്ല അർത്ഥവത്തായ രീതിയിൽ നല്ലൊരു പ്രഭാഷണം നടത്തി. അതുതന്നെയല്ല ആചാര്യൻ്റെ ക്ലാസ് വൈക്കം യൂണിയൻ നടത്തുവാൻ വളരെ താല്പര്യമുള്ള ഒരു സെക്രട്ടറിയാണ്. സെക്രട്ടറി വളരെ മനോഹരമായി തന്നെ ഒരു പ്രഭാഷണം നടത്തി. നല്ല ഒരു ഭംഗിയായി തന്നെ നമുക്കെല്ലാം ആശംസയും അർപ്പിച്ച വൈക്കം യൂണിയൻ്റെ സമാരാധ്യനായ സെക്രട്ടറി ശ്രീ MP സെൻസാറിന് വേദാന്ത വിശ്വവിദ്യാലയത്തിൻ്റെ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. പിന്നീട് ഇവിടെ വൈക്കം യൂണിയൻ്റെ സമാരാധ്യനായ വൈസ് പ്രസിഡന്റ് KV പ്രസന്നൻ അവറുകളാണ്. പ്രസന്നൻ ചേട്ടനാണ് ശരിക്കും വൈക്കം യൂണിയൻ്റെ പഠന ക്ലാസിൻ്റെ കോർഡിനേറ്റർ. അതിലൊക്കെ ഉപരി ശരിയായ ശ്രീനാരായണ ധർമ്മം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ ഓങ്കാരേശ്വരം ക്ഷേത്രത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വമാണ് KV പ്രസന്നൻ. പ്രസന്നൻ ചേട്ടന് ആണ് ഈ ദേവസ്വത്തിൻ്റെ സെക്രട്ടറി. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും നമ്മോടൊപ്പം ഈ നിമിഷം വരെ നമ്മുടെ ഈ വേദിയിൽ തന്നെ ധന്യമാക്കിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം വയ്ക്കുന്ന KV പ്രസന്നൻ അവർക്ക് വേദാന്ത വിശ്വവിദ്യാലയത്തിൻ്റെ 2ാമത് വാർഷികത്തിലെ പേരിൽ കൃതജ്ഞത നമ്മളെല്ലാവരെയും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊള്ളുന്നു.
പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു 5-6-7 ജോലിക്കാരുണ്ട്. നല്ല രീതിയിൽ എല്ലാ ഗുരുഭക്തർ വരുമ്പോഴും നല്ല കൃത്യമായി തന്നെ അച്ചടക്കത്തോടു കൂടി അവരെല്ലാം സ്വീകരിച്ച് ഭംഗിയായി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇവിടുത്തെ തൊഴിലാളികൾ എല്ലാവരും പേരെടുത്ത് പറയാൻ സാറിപ്പോൾ അനുവദിക്കുന്ന എല്ലാവർക്കും എൻ്റെ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന കൊല്ലം യൂണിയൻ്റെ പഠിതാക്കൾ, തൊടുപുഴ യൂണിയൻ്റെ പഠിതാക്കൾ, കരിമണ്ണൂരിൽ നിന്ന് വന്ന പഠിതാക്കൾ, ചേർത്തല യൂണിയൻ്റെ പഠിതാക്കൾ, കുട്ടനാട് യൂണിയൻ്റെ പഠിതാക്കൾ, മാന്നാർ യൂണിയൻ, അതുപോലെ രായ്പൂരിൽ നിന്ന് വന്ന സാറന്മാർ, ബോംബെയിൽ നിന്ന് വന്ന സാറന്മാർ, അതുപോലെ തൊടുപുഴയിൽ നിന്ന് വന്നവർ, വയനാട്ടിൽ നിന്ന് വന്നവർ, മൂവാറ്റുപുഴയിൽ നിന്ന് വന്നവർ, ചവറയിൽ നിന്ന്, കൊട്ടാരക്കര, കൂത്താട്ടുകുളം, പാല, ഏറ്റുമാനൂർ, കോട്ടയം, അതുപോലെ വൈക്കത്ത് നിന്ന് നമ്മുടെ പഠന ക്ലാസ്സിൽ നിന്ന് വന്ന എല്ലാവരും, തൃശ്ശൂരിൽ നിന്ന് വന്നവർ, ഇടവട്ടത്തു നിന്ന് വന്നവർ, കുമ്പളങ്ങിൽ നിന്ന് വന്നവർ, തിരുവനന്തപുരത്ത് നിന്ന് വന്നവർ, അങ്ങനെ ഒരുവിധം ഇനി പറയാത്ത ആരെങ്കിലും കൊണ്ട് എല്ലാവരെയും, ചേപ്പാടെന്ന് വന്ന സുനിത്തമ്പൻ ചേപ്പാടെന്ന് പറയാൻ പറ്റില്ല, സുനിത്തമ്മ നമ്മളെ ആളുകൾ തന്നെ. കാരണം ഞാൻ സാറിന് ഇവിടെ ഇല്ലെങ്കിൽ സാറിന് പകരം വിളിക്കുന്ന ആളാണ്. അപ്പോൾ സുനിത്തമ്പാൻ, അതുപോലെ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ മാഡം കുനിഞ്ഞിരിക്കുവാണോ, ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പം നല്ല എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ വേദാന്ത വിശ്വവിദ്യാലയത്തിൻ്റെ 2ാമത് വാർഷികത്തിൻ്റെ പേരിൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. ഇനി ആരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, മനഃപൂർവ്വം അല്ല എന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ നമ്മളുടെ ഈ വേദാന്ത വിശ്വവിദ്യാലയത്തെ ലോകം മുഴുവൻ എത്തിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഏകദേശം 550ഓളം ഓൺലൈൻ പഠിതാക്കളുണ്ട്, ഓഫ്ലൈനിലുണ്ട്. അതുപോലെ ലോകം മുഴുവൻ ഈ ഗുരുപദം TV-യിലൂടെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന അനീഷിൻ്റെ ചെറുപ്പമാണെങ്കിലും ഞാൻ വളരെ ഭംഗിയായി തന്നെ അനീഷിനെ ഓർക്കുന്നു. കാരണം ഞാൻ വിളിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ നമുക്ക് നെറ്റ് കൊടുക്കാൻ പറ്റിയില്ല. നെറ്റ് കൊടുത്തിരുന്ന പുള്ളി ഇത് മുഴുവൻ അപ്പം തന്നെ കുറേ ലൈവ് വിട്ടുപോയതിന്. അപ്പം അതിനെല്ലാം വേണ്ട പോംവഴികൾ അടുത്ത 3 വർഷത്തിന് ശേഷം ആ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അനീഷിനെ തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നല്ല രീതിയിൽ നെറ്റും കാര്യങ്ങളും എല്ലാം തന്ന് നമുക്ക് ലോകോത്തര നിലവാരത്തിൽ ഗുരുവിനെ എത്തിക്കുവാൻ, ഗുരു ലോകോത്തര നിലവാരത്തിൽ, പക്ഷെ നമുക്ക് അറിയിക്കുവാൻ സാധിക്കുക എന്നുള്ള, സ്വയം അറിഞ്ഞുകൊണ്ട് അറിയിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശ ലക്ഷ്യം. അതുപോലെ തന്നെ വൈക്കം യൂണിയൻ്റെ പഠിതാക്കൾ, കുമാരി സംഘം, വനിതാ സംഘം, യൂണിയൻ കൗൺസിലർമാർ, അങ്ങനെ ഒട്ടനവധി ആളുകൾ ഇവിടെ വന്ന് നമ്മളെല്ലാം ആശംസിച്ചു പോയി. അതുപോലെ തലയാഴം പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ്, ഞങ്ങൾ 1 മുതൽ 10 വരെ പഠിച്ച രമേശ് പി ദാസ് 2 ദിവസവും ഇവിടെ വന്ന് സമയം കിട്ടുന്ന പോലെ എല്ലാം വന്ന് നമ്മളെല്ലാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കണം. തലയാഴം പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റാണ്, സാറിൻ്റെ ശിഷ്യനുമാണ്, സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളതാണ്. രമേശ് പി ദാസിനെ ഒപ്പം കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. നല്ല രീതിയിൽ രാവിലത്തെ പ്രഭാത പേരിക്കും ഇപ്പോൾ നമ്മളെ സങ്കീർത്തന ആലാപനം കൊണ്ട് മുഖരിതമാക്കിയ ശബ്ദം, മ്യൂസിക്, രത്നാകരൻ ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള നല്ല 1ാം തരം മ്യൂസിക് സംഘം ഇവിടെ ഉണ്ടായിരുന്നു. രത്നാകരൻ ചേട്ടൻ ഞാനൊരു ദിവസം വർക്കലയെ വെച്ച് കണ്ടപ്പോഴത്തേക്ക് മഹാസമാധി മണ്ഡപത്തിൽ തപസ്സിരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റിയില്ല, കണ്ണോടെ ചിരിക്കുകയായിരുന്നു. അവിടെ പോയി ഞാൻ നമസ്കരിച്ച് വല്ല പറഞ്ഞിട്ട് പോന്നു. പക്ഷെ എന്തായാലും നല്ല രീതിയിൽ ചേട്ടനെ, വിജയൻ സാറിൻ്റെ മ്യൂസിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചേട്ടന് ഓർമ്മ ഒരു മോഹം. ബാക്കിയുള്ളവരെല്ലാം ചേട്ടനോടൊപ്പം സഹകരിച്ച് എല്ലാവർക്കും വേദാന്ത വിശ്വവിദ്യാലയത്തിൻ്റെ പേരിൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം നമുക്ക് പുഷ്പാലങ്കാരം കൊണ്ട് തന്ന, നല്ല രീതിയിൽ പുഷ്പാലങ്കാരം എത്തിച്ചേർന്ന നമ്മുടെ ഈ ശാഖയുടെ ഒരു സെക്രട്ടറി തന്നെയാണ്, പിന്നെ പേര് വിട്ടുപോയി, തിരുമേനിക്കും എൻ്റെ വേദാന്ത വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. പിന്നീട് നമുക്കെല്ലാവർക്കും ബ്രഹ്മയജ്ഞം ഇവിടെ നടന്നു, അല്ലേ? ബ്രഹ്മയജ്ഞം നടന്നു, നല്ല വേദാന്തം കേട്ടു. നല്ല വേദാന്തം സാറിൽ നിന്ന് കേൾക്കുമ്പോൾ നല്ലോണം വിശക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഭക്ഷണം ചേർത്തലക്കാരനായ ഒരു അധ്യാപകനാണ് നമുക്കുണ്ടായിരിക്കുന്നത്, ഷാജി സാറ്. ഞാനിവിടെ പലരോടും ചോദിച്ചു, നമ്മുടെ ഇവിടെ നാട്ടിലോടൊക്കെ പലരോടും ചോദിച്ചപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഒറ്റ ചോദ്യത്തോടു കൂടി തന്നെ തിലകൻ ചേട്ടൻ കൊണ്ടു തന്നാണ് ആദ്യമായിട്ട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറഞ്ഞു. ആ ഷാജി സാറിൻ്റെ വേദാന്ത വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലും ഈ പഠിതാക്കളുടെ എല്ലാം പേരിലും ഉള്ള കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. ഈ പഠന ക്ലാസ്സിൽ വന്ന കുറച്ച് ആളുകൾ, സാറ് പഠിപ്പിച്ച ആളുകളുണ്ടായിരുന്നു, അവരെല്ലാം നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞു. അതുപോലെ തന്നെ ഈ നമ്മുടെ കുറച്ച് ഒരു 5-6 പിള്ളേരുണ്ടായിരുന്നു, നമുക്കെല്ലാം വെള്ളവും കാര്യങ്ങളെല്ലാം എത്തിച്ചു തരാനായിട്ട്.
അവരെ നമ്മുടെ പ്രകാശ് ചേട്ടനാണ് കൊണ്ടുതന്നത്. ആ കുട്ടികൾക്കെല്ലാം തന്നെ ഗുരുവിൻ്റെ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്കും വേദാന്ത വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം നമ്മളുടെ ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക് ഗുരു തന്നെ ഒരുപാട് നിമിത്തങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥനയിലൂടെ പൂർവ്വം 10-40ഓളം അംഗങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടിയ ഒരുപാട് പേര് ഇപ്പം അകന്നു നിൽപ്പുണ്ട്. അവരെല്ലാവരെയും നമുക്കൊരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഈ 6 ശാഖായോഗങ്ങളിലൂടെയും നല്ല രീതിയിലുള്ള ബോധവൽക്കരണത്തിലൂടെ ഗുരുമഹിമയെ അറിയുന്ന, ഗുരുവിനെ അറിയുന്ന ബ്രഹ്മയജ്ഞത്തിലൂടെ നമുക്ക് സർവ്വതും കിട്ടുന്ന രീതിയിലുള്ള ആത്മജ്ഞാനം കിട്ടുന്ന ഒരു ക്ഷേത്രമായി മാറണം. കാര്യസാധ്യതയ്ക്ക് വേണ്ടിയല്ല നമുക്ക് ഈ ഉല്ലൽ ഓങ്കാരേശ്വരം ക്ഷേത്രം ഉപയോഗിക്കേണ്ടത്. കാര്യസാധ്യതയ്ക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ പകുതി ആളുകൾ എത്തിപ്പെടുന്നത് കൃപാസനം പള്ളിയിലായിരിക്കും എന്ന് തിരിച്ചറിയുക. ഇത് എനിക്ക് അറിവുള്ള കാര്യങ്ങളും തെളിവുള്ള കാര്യങ്ങളുമാണ് ഞാനിത് പറയുന്നത്. നമുക്ക് വേണ്ടത് സർവ്വതും നിറച്ചു തരുന്ന ഒരു ഓങ്കാരേശ്വരം ക്ഷേത്രമായിരിക്കണം. ഇവിടെ വന്നിരിക്കുന്ന ഒരു വ്യക്തിക്കും ആത്മജ്ഞാനമാണ് ഗുരുദാനമായി തരുന്നത് എന്ന് അനുഭവിച്ചറിയാൻ സാധിക്കണം. തെളിവോടുകൂടിയാണ് ഇത് സംസാരിക്കുന്നത്, അല്ലാതെ തെളിവില്ലാതെ അല്ല. ലൈറ്റ് സൗണ്ട് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ തന്നെ ഈ ഡെക്കറേഷൻ്റെ കാര്യം പറയണം. കാരണം നവരാത്രിയുടെ ഡെക്കറേഷൻ അതുപോലെ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് മനോഹരമാക്കി തരുമെന്ന് പറഞ്ഞതാണ് ആ ചേട്ടൻ. അതുപോലെ തന്നെ ലൈറ്റും സൗണ്ടും നല്ല മനോഹരമായി തന്ന സൗണ്ട് സിസ്റ്റത്തിനും ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വേദാന്ത വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. കൃതജ്ഞത പ്രകാശനം സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മളിന്ന് വിട്ടുപോകും. അതാണ് ക്ഷമിക്കുക കേട്ടോ, ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ എല്ലാവരെയും എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ചുകൊണ്ട് കൃത്യതയോടെ നിങ്ങളുടെ എല്ലാവരെയും ശ്രദ്ധ, ഈ വേദാന്ത വിശ്വവിദ്യാലയം 2ാമത് വാർഷികം നമ്മളുടെ എല്ലാവരുടെയും ഓർമ്മയിൽ ആയുഷ്കാലം ഉണ്ടാവുമെന്ന് പറയുന്നു. നിങ്ങളെല്ലാവരും ഒന്നുകൂടെ ചിന്തിക്കുക, പ്രവർത്തിക്കുക, പഠിക്കുക, അടുക്കുക ഗുരുവിലേക്ക് വലുതായ ഒന്നും തന്നെ ഇല്ല തിരിച്ചറിയുക. ഈ ഗുരുവിനെ നമ്മളിലേക്ക് നിറച്ചു തന്ന നമ്മളുടെ ആചാര്യൻ ശ്രീ വിശ്വപ്രാശം വിജയാനന്ദൻ സാറിൻ്റെ പാതാരബന്ധങ്ങളിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഈ കൃതജ്ഞത പ്രകാശനം ഭക്തിപൂർവം തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുരുവും തത്സത്. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जल तरंगा शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे। भारत माता की जय।